എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല എല്ലാ ഇടങ്ങേറുകളെ തൊട്ടും നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ സുന്നത്തുകളും ആദാബുകളൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മൾ കേട്ടതാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ വെള്ളിയാഴ്ചയുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, പലരും ശ്രദ്ധിക്കാറില്ല, പലർക്കും തോന്നിയതുപോലെയാണ്, എന്നാൽ ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച നഖം മുറിക്കുക എന്നുള്ളത്. വെള്ളിയാഴ്ചയോ നഖം മുറിക്കാൻ ഏറ്റവും നല്ല ടൈം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ടാണ്. അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പെങ്കിലും ഒന്ന് നഖം വെട്ടിയിരിക്കൽ പ്രത്യേകം നല്ലതാണ്. അപ്പോൾ വെള്ളിയാഴ്ച നഖം മുറിക്കുക, അല്ലെങ്കിൽ വ്യാഴാഴ്ച അസ്ർ കഴിഞ്ഞിട്ട് നഖം മുറിക്കുക, അത് പ്രത്യേകം സുന്നത്തായ കാര്യമാണ്. നഖം വെട്ടുന്നുണ്ടാകും, വ്യാഴാഴ്ച അസ്ർ കഴിഞ്ഞു അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പോ നഖം വെട്ടുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. പക്ഷെ അവിടെ പറ്റുന്നൊരു പറ്റ്, അവിടെ ഒരു കാര്യം നമ്മൾ മറന്നു പോകുന്നു. എന്ത്? നീയത്ത് വെക്കാൻ മറന്നു പോകുന്നു. നഖം വെട്ടുന്നതിന് നീയത്തുണ്ടോ ഉസ്താദെ? ഉണ്ട്. എന്താ നീയത്ത്? അല്ലാഹുവേ, വെള്ളിയാഴ്ച ദിവസത്തിലെ സുന്നത്ത് ഞാൻ എടുക്കുന്നു, ആ ഒരു നീയത്ത് വേണം. എന്ത്? വെള്ളിയാഴ്ചയുടെ സുന്നത്തിൽപ്പെട്ട നഖം മുറിക്കുക, അത് ഞാൻ നിർവഹിക്കുന്നു, അങ്ങനെയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയിലെ സുന്നത്തിനെ ഞാൻ എടുക്കുന്നു എന്നോ കരുതൽ പ്രത്യേകം നല്ലതാണ്. എന്നാൽ അതിൻ്റെ കൂലി നമുക്ക് ഒട്ടും കുറയാതെ കിട്ടും. പിന്നെ നഖം മുറിക്കേണ്ട രൂപം എങ്ങനെയാ? നമുക്കറിയാം, നമ്മുടെ മക്കളെ എപ്പോഴും നമ്മൾ പഠിപ്പിക്കുക, ആദ്യം നമ്മുടെ വലത് കൈയിൻ്റെ ചൂണ്ടുവിരൽ, പിന്നെ മധ്യവിരൽ, പിന്നെ മോതിരവിരൽ, പിന്നെ ചെറുവിരൽ, അത് കഴിഞ്ഞ് അഞ്ചാമതാണ് നമ്മുടെ തള്ളവിരൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇടത്തെ കൈയിൻ്റെ ചെറുവിരൽ, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്നു. പിന്നെ കാലിലാണെങ്കിലോ നമ്മുടെ വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ ഇടത് കാലിൻ്റെ ചെറുവിരൽ വരെ അങ്ങനെ റാ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നഖം വെട്ടുന്നു. അങ്ങനെയാണ് നഖം വെട്ടൽ സുന്നത്ത്. പിന്നെ നഖം വെട്ടിയാൽ ഉടൻ തന്നെ കൈ കഴുകൽ സുന്നത്താണ്. അത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചൊറിഞ്ഞാൽ അവിടെ ഈ വെളുത്തു വരുന്ന ഒരു രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കുക. പിന്നെ ഈ വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇതിപ്പോൾ വെള്ളിയാഴ്ചയാണ്, നേരത്തെ പള്ളിയിലേക്ക് പോകുക പുരുഷന്മാർ, ഉമ്മമാർ വീട്ടിൽ തന്നെ ഇൻഷാ അല്ലാഹ് മറന്നു. ഞാൻ എല്ലാ വെള്ളിയാഴ്ച പറയാറുള്ളതാണ് കേട്ടോ. ഉമ്മമാർ എന്ത് ചെയ്യുക? വെള്ളിയാഴ്ചയിലെ ളുഹർ ബാങ്ക്, അതായത് ജുമാക്കുള്ള ബാങ്ക് കേട്ടാൽ അതിന് മുമ്പ് തന്നെ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അത് കേട്ടാൽ ഉടൻ തന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി അല്ലെങ്കിൽ മേലൊക്കെ ഒന്ന് കഴുകി, നജസില്ല എങ്കിൽ എന്താണ് ഡ്രസ്സൊക്കെ ഒന്ന് മാറി നിങ്ങൾ നിസ്കാര കുപ്പായത്തിൽ നല്ല രൂപത്തിൽ അവിടെ വെച്ച് ദുആ രക്കുക. പിന്നെ പ്രത്യേകമായി അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന ദുആ എൻ്റെ ഉമ്മമാർ വെള്ളിയാഴ്ച മറക്കരുത്. അതോടൊപ്പം തന്നെ മറക്കാൻ പാടില്ലാത്ത രണ്ടാമത്തെ ദുആ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. മറക്കാൻ പാടില്ലാത്ത വെള്ളിയാഴ്ച എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കേണ്ട, പ്രത്യേകിച്ച് നിങ്ങൾ ഉച്ചക്ക് നിസ്കരിക്കുന്ന നിങ്ങളുടെ ളുഹർ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന ദുആയിൽ എന്തായാലും ഉൾപ്പെടുത്തേണ്ട രണ്ട് ദുആ, ഒന്ന് അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, രണ്ടാമത്തെ ദുആ അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഈ രണ്ട് ദുആയും മറന്നു പോകണ്ട കേട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, വെള്ളിയാഴ്ച നമ്മളൊക്കെ കുളിക്കുന്നവരാണ് അല്ലേ? പുരുഷന്മാർ വെള്ളിയാഴ്ച കുളിക്കും ജുമുഅക്ക് പോകാൻ വേണ്ടി. അതുപോലെ തന്നെ സ്ത്രീകളും ഉമ്മമാരും ഒക്കെ വെള്ളിയാഴ്ച കുളിച്ചിട്ടാണ് ചിലപ്പോൾ ളുഹർ നിസ്കരിക്കാറുള്ളത്. അപ്പോൾ ഈ വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നീയത്ത് വെക്കാൻ മറന്നു പോകരുത്. സുന്നത്ത് കുളികൾ ഇസ്ലാമിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ്. സുന്നത്ത് കുളികൾ, ഒരുപാട് സുന്നത്ത് കുളികളുണ്ട്. അതിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ദീൻ പഠിപ്പിക്കുന്ന ഒരു സുന്നത്ത് കുളിയാണ് ജുമുഅക്ക് വേണ്ടിയുള്ള കുളി. ജുമുഅക്ക് വേണ്ടി പുരുഷന്മാർ കുളിക്കുമ്പോൾ നീയത്ത് വെക്കണം. എന്തെന്ന്? ജുമുഅക്ക് വേണ്ടിയുള്ള സുന്നത്തായ കുളി, അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെക്കണം. സ്ത്രീകളും ഉമ്മമാരും എന്താണ് വെക്കേണ്ടത്? നീയത്ത് വെള്ളിയാഴ്ചയിലെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെക്കാൻ മറന്നു പോകരുത്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെയൊക്കെ നമ്മളാണ് കുളിപ്പിക്കുന്നതെങ്കിൽ, ഇപ്പോൾ സ്കൂൾ തുറന്ന കാലമാണല്ലോ, അപ്പോൾ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി ചിലപ്പോൾ കുട്ടികളെ നമ്മളായിരിക്കും കുളിപ്പിക്കുക. അപ്പോൾ അങ്ങനെ മക്കളെ നമ്മൾ കുളിപ്പിക്കുമ്പോഴും വെള്ളിയാഴ്ചയാണെങ്കിൽ നമ്മൾ നീയത്ത് വെക്കണം. എന്ത്? വെള്ളിയാഴ്ചയിലെ സുന്നത്തായ കുളി ഞാൻ എൻ്റെ കുട്ടിയെ കുളിപ്പിക്കുന്നു. അങ്ങനെ നീയത്ത് വെച്ചാൽ അതിൻ്റെ പ്രതിഫലം എനിക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ, നമുക്ക് കിട്ടും. അതുകൊണ്ട് മറന്നു പോകണ്ട. പിന്നെ വെള്ളിയാഴ്ച കുളിക്കൽ സുന്നത്താണല്ലോ, സുന്നത്താണ്. പിന്നെ ഈ ഒരു നീയത്ത് വെക്കലും സുന്നത്താണ്. നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. എന്താണ് ഹദീസ് എന്നറിയോ? മൻ തമസ്സക ബി സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു ഷഹീദ് എന്നാണ്. അതായത് എൻ്റെ ഉമ്മത്ത് ഫസാദാകുന്ന ഒരു കാലം, ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒരുപാട് പാപങ്ങളും മോശത്തരങ്ങളൊക്കെ വ്യാപിക്കുന്ന ഒരു കാലം, അത് ഇന്നത്തെ കാലമല്ലേ? ഇന്ന് ഏത് തെറ്റാണ് മനുഷ്യൻ ചെയ്യാത്ത? എല്ലാ തെറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാലത്ത് എൻ്റെ സുന്നത്തിന് ഒരാൾ മുറുകെ പിടിച്ചാൽ അവനിക്ക് ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടുമെന്നാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്താകുന്ന വെള്ളിയാഴ്ച ദിവസത്തിലെ കുളി, അത് കുളിക്കുമ്പോൾ നീയത്ത് വെച്ച് കുളിക്കുക. വെള്ളിയാഴ്ച ദിവസത്തിലെ സുന്നത്തായി ഞാൻ കുളി എന്ന്. ജുമുഅക്ക് പോകുന്ന പുരുഷന്മാർ മാത്രമല്ല, വീട്ടിൽ ളുഹർ നിസ്കരിക്കുന്ന, വെള്ളിയാഴ്ച ഉച്ചക്കത്തെ ളുഹർ നിസ്കരിക്കുന്ന സ്ത്രീകളും ഉമ്മമാരും ഈ നീയത്ത് വെക്കാൻ മറന്നു പോകരുത്. നീയത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു ശുഹദാഇന്റെ, ഒരു രക്തസാക്ഷിയുടെ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു രക്തസാക്ഷിയുടെ, ഒരു ശുഹദാഇന്റെ പ്രതിഫലം നേടാൻ ചെറിയൊരു കാര്യം നമ്മൾ മനസ്സിൽ കരുതിയാൽ മതി. നമ്മൾ മനസ്സിൽ കരുതിയാൽ ഒരു ശുഹദാഇന്റെ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് കുളിക്കുന്ന സമയത്ത് ഈ ഒരു നീയത്ത് വെക്കാൻ മറന്നു പോകണ്ട. അപ്പോൾ കുളികൾ ഒരുപാടുണ്ട് അല്ലെ? ജുമുഅക്ക് വേണ്ടിയുള്ള കുളി, പെരുന്നാളിന് വേണ്ടിയുള്ള അല്ലെ, ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാളിന് വേണ്ടിയുള്ള കുളിയുണ്ട്. ഗ്രഹണ നമസ്കാരത്തിന് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. മഴയെ തേടിയുള്ള നിസ്കാരം ആരെങ്കിലും നിർവഹിക്കാൻ ഉദ്ദേശിച്ചാൽ അപ്പോഴും കുളിക്കൽ സുന്നത്താണ്. പിന്നെ ഇഹ്റാമിന് മുമ്പ് അല്ലെ, ഹജ്ജിന് അതുപോലെ തന്നെ ഉംറക്കൊക്കെ ഇഹ്റാമിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. അതുപോലെ അറഫയിൽ നിൽക്കുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കൽ സുന്നത്താണ്.
ഇരിക്കാൻ ഉദ്ദേശിച്ചവൻ കുളിക്കൽ സുന്നത്താണ്. റമദാനിലെ എല്ലാ രാത്രിയിലും കുളിക്കൽ സുന്നത്താണ്. ഹിജാമ കൊമ്പ് വെക്കുക അത് ചെയ്താൽ കുളിക്കൽ സുന്നത്താണ്. ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ കുളിക്കൽ സുന്നത്താണ്. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതിനുശേഷം കുളിക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഭാര്യയുമായി കൂടിച്ചേരാൻ ഉദ്ദേശിച്ചാൽ കുളിക്കൽ സുന്നത്താണ്. ഇങ്ങനെ സുന്നത്തായ കുളികൾ ഒരുപാട് നമുക്ക് കിതാബുകളിൽ കാണാം. പിന്നെ ചില സമയത്ത് കുളിക്കൽ നിർബന്ധമാണ് അല്ലെ, ചില സമയത്ത് കുളിക്കൽ നിർബന്ധമാണ്. അതേതാണ്? ഒന്ന്, മനീയ് പുറപ്പെട്ടാൽ, ഇന്ദ്രിയം പുറപ്പെട്ടാൽ കുളിക്കൽ സുന്നത്താണ്. അത് സ്വപ്നസ്ഖലനമാവട്ടെ അതല്ലാത്ത രൂപത്തിലാവട്ടെ, മനീയ് പുറപ്പെട്ടാൽ കുളിക്കൽ സുന്നത്താണ്. പിന്നെയോ മനീയ് പുറപ്പെട്ടാൽ കുളിക്കൽ അത് നിർബന്ധമാണ് അല്ലെ, ഫർദാണ്, നിർബന്ധമാണ്. അത് സംയോഗത്തിൽ ഏർപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമാണ്. സ്വപ്നസ്ഖലനമാണെങ്കിലും നിർബന്ധമാണ്. പിന്നെയോ ആർത്തവകാരി, ആ ആർത്തവം നിന്ന് കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ പ്രസവാനന്തരം, പ്രസവം കഴിഞ്ഞിട്ട് ആ പ്രസവത്തിന്റെ രക്തം നിന്ന് കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുളിപ്പിക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ ഒരുപാട് നിർബന്ധമായ കുളികൾ ഇസ്ലാമിലുണ്ട്, സുന്നത്തായ കുളികൾ ഇസ്ലാമിലുണ്ട്. ഇനി കുളിക്കുന്നതിന് മുമ്പുള്ള ചില സുന്നത്തുകളുണ്ട്. അതേതാണ്? ഒന്ന്, വുളുവെടുക്കൽ സുന്നത്താണ്. ഔറത്ത് മറച്ച് കുളിക്കൽ സുന്നത്താണ്. ആദ്യം തന്നെ ഷവർ തുറന്നിട്ട് അതിന്റെ താഴെ പോയി നിൽക്കലല്ല, മറിച്ച് ശരീരത്തിൽ എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെങ്കിൽ, നജസ് ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം കഴുകിക്കളയുക, അത് സുന്നത്താണ്. വെള്ളം മിതമായി ഉപയോഗിക്കൽ സുന്നത്താണ്. ശരീരത്തിന്റെ മടക്കുകൾ, കുഴികൾ അതൊക്കെ ശ്രദ്ധിച്ചു കഴുകൽ സുന്നത്താണ്. സംസാരം ഉപേക്ഷിക്കൽ സുന്നത്താണ്. കുളി കഴിഞ്ഞിട്ട് പറയണം എന്ത്? ഒരു മനുഷ്യൻ അവൻ വുദു എടുത്തു കഴിഞ്ഞിട്ട് പറയുന്നു, എന്താ പറയുന്നത്? ഒരു ദുആ പറയാറുണ്ടല്ലോ, വുദു എടുത്തിട്ട് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു ദുആ ഉണ്ടല്ലോ, ആ ദുആ ഒരു മനുഷ്യൻ കുളി കഴിഞ്ഞിട്ടും പറയാം. അവനിക്ക് പറയൽ നല്ലതാണ്. മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുവേ പടച്ചവനെ, നീ എന്നെ തൗബ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ശുദ്ധിയുള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ, എന്റെ പാപങ്ങൾ പുറത്തു തരണയല്ല, സ്വാലിഹീങ്ങളിൽ ചേർക്കണയല്ല എന്നുള്ള ദുആ കുളിച്ചു കഴിഞ്ഞാലും പറയൽ സുന്നത്താണ്. ഉമ്മമാരെ, ഉപ്പമാരെ, പ്രത്യേകിച്ച് വുദു എടുത്തു കഴിഞ്ഞിട്ട് പറയൽ ഈ ദുആ സുന്നത്തായതുപോലെ കുളിച്ചു കഴിഞ്ഞിട്ട് പറയൽ നല്ലതാണ്. അപ്പൊ നിർബന്ധമായ കുളി, സുന്നത്തായ കുളി, കുളിയുടെ സുന്നത്തുകൾ പറഞ്ഞു. ഇനിയോ ചില സംശയങ്ങളുണ്ട്. എന്താണ് സംശയങ്ങൾ? ഉസ്താദെ, ഔറത്ത് മറച്ച് കുളിക്കൽ നിർബന്ധമാണോ? ഔറത്ത് മറച്ച് കുളിക്കൽ നിർബന്ധമല്ല, പക്ഷേ നല്ലതാണ്, സുന്നത്താണ്. ഔറത്ത് മറക്കാതെ കുളിക്കൽ കറാഹത്താണ് കേട്ടോ, കറാഹത്താണ്. പിന്നെ ഈ ഔറത്ത് മറക്കാതെ വുദു എടുക്കാമോ? അതൊരു ചോദ്യമാണ്. ഔറത്ത് മറക്കാതെ വുദു എടുക്കാമോ? വുദു എടുക്കാം, വുദു ഒക്കെ ശരിയാകും. എന്നാൽ ഔറത്ത് മറക്കലാണ് നല്ലത്. രാവിലെയാണോ രാത്രിയാണോ കുളിക്കൽ നല്ലത്? ഇവിടെ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ആരോഗ്യം നിലനിൽക്കാൻ രാവിലെ കുളിക്കൽ നല്ലതാണ്. എന്നാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് കുളിക്കലല്ല, ശരീരം മേല് കഴുകുക, ആ ശരീരം കഴുകൽ അത് എന്താണ്, നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഒക്കെ നമുക്ക് ഉണർവുണ്ടാവാൻ, ഒരു ഉഷാറുണ്ടാവാൻ നല്ലതാണ്. പിന്നെ ഈ കുളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് കുളിക്കുന്ന ആളുകൾ ഒഴിവാക്കേണ്ട 7 തെറ്റുകളുണ്ട്, ഒഴിവാക്കേണ്ട 7 കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ വലിയ അബദ്ധമാണ്. നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ശരീരത്തിന് കേടാൻ. കുളിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവാൻ. പക്ഷെ കുളിക്കുന്ന സമയത്ത് 7 തെറ്റുകൾ നമ്മൾ അധികരിപ്പിച്ചാൽ, നമ്മൾ ആവർത്തിച്ചാൽ, അതിങ്ങനെ ആവർത്തിച്ച് ഓരോ കുളിയിലും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ എന്താ പറയുക, ശരീരം വലിയ ക്ഷീണിക്കുകയും നമ്മുടെ ശരീരത്തിന് പല അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിൽപ്പെട്ട ഒന്നാണ് സ്ഥിരമായി ചൂടുവെള്ളത്തിൽ കുളിക്കാം. എപ്പോഴും ചൂടുവെള്ളം അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന്, സ്കിന്നിന് പല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. ഇപ്പോൾ ശരീരത്തിന് വേദന ഉള്ള സമയത്ത് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ഒരു ആശ്വാസം കിട്ടുമെന്നാണ്. നീർക്കെട്ടുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് വെള്ളം കുളിക്കുക, ഉപ്പിട്ട വെള്ളം കൊണ്ട് കുളിക്കുക, അത് നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ വല്ലുപ്പമാരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നല്ല ഫ്രഷ്നെസ് കിട്ടാൻ, ഒരു ഉഷാറുണ്ടാവാൻ അത് പച്ചവെള്ളത്തിൽ കുളിക്കലാണ് നല്ലത്. അപ്പോൾ സ്ഥിരമായി ചൂടുവെള്ളം അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. പിന്നെ രണ്ടാമത്തേത് സോപ്പിന്റെ അമിതമായ ഉപയോഗം. സോപ്പ് എന്ന് പറഞ്ഞാൽ അത് കെമിക്കൽ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അല്ലേ. മണത്തിന് വേണ്ടി, അത് പതയ്ക്ക് വേണ്ടി, നിറത്തിന് വേണ്ടി ഒക്കെ ഒരുപാട് കെമിക്കലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ഥിരമായി ഇങ്ങനെ സോപ്പ് ഉപയോഗിക്കുക, അത് അമിതമായി ഉപയോഗിക്കുക, അത് നമ്മുടെ മുടി പൊട്ടിപ്പോവാനും, മുടി കൊഴിയാനും, മുടിയുടെ ആ ഒരു സൗന്ദര്യം നഷ്ടപ്പെടാനും, നമ്മുടെ മുഖത്തുള്ള ആ ഒരു എന്താണ് ഫ്രഷ്നെസ്, കഴുകുമ്പോൾ ചിലപ്പോൾ വെളുത്തേക്ക് ഇരിക്കും, പക്ഷെ അത് കഴിഞ്ഞ് അത് നമ്മുടെ ശരീരത്തിന് കേടാണ്, നമ്മുടെ ത്വക്കിന് കേടാണ്. അതുകൊണ്ട് ഈ മുഖത്തും തലയിലും ഒക്കെ ഈ ഡോക്ടർമാർ പറയാറുണ്ട്, ഒരിക്കലും നേരിട്ട് സോപ്പ് തേക്കരുത്. നമ്മൾ സോപ്പ് കയ്യിൽ ഇങ്ങനെ പതപ്പിച്ചിട്ട് നമ്മുടെ തലയിലും മുഖത്തൊക്കെ തേക്കുക കേട്ടോ, ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെയോ മൂന്നാമത്തെ കാര്യം, എന്നും ചകിരി അതുപോലെ ഇഞ്ച സ്ക്രബ്ബർ വെച്ച് തേച്ച് കുളിക്കുന്ന ഒരു സ്വഭാവം അത് പാടില്ല. നമ്മൾ ചിലപ്പോൾ കുളി എന്താണ്, സോപ്പ് ഉപയോഗിച്ച് മാത്രം കഴുകി പോവുക, എല്ലാ ദിവസവും തേച്ച് അത് നമ്മുടെ എന്താണ്, ഈ ശരീരത്തിൻ്റെ നമ്മുടെ ത്വക്കിൽ ഒരുപാട് കോശങ്ങളുണ്ട്, ആ കോശങ്ങൾ എന്താണ് നശിച്ചു പോകാൻ കാരണമാണ്. ചില ആൾക്കാർ തേച്ചേ കുളിക്കില്ല, വെറുതെ ഒരു വെള്ളം ഒഴിച്ച് സോപ്പ് തേച്ച് വെറുതെ കുളിച്ചു പോരും, അതും പാടില്ല. അപ്പോൾ നമ്മുടെ ത്വക്കിൻ്റെ പുറത്ത് എന്താണ് അഴുക്ക് അടിഞ്ഞുകൂടാൻ കാരണമാണ്. അപ്പോൾ അമിതമായ തേച്ചുകുളിയും തീരെ തേച്ചുകുളി ഇല്ലാത്ത അവസ്ഥയും സൂക്ഷിക്കുക.
നാലാമത്തേത് നമ്മുടെ വെള്ളം ശേഖരിക്കുന്ന ടാങ്ക്, പൈപ്പ്, ഷവർ അതൊക്കെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊന്ന് പരിശോധിക്കാം. നമ്മുടെ ടാങ്കിൻ്റെ മുകളിലുള്ള വാട്ടർ ടാങ്ക് അതൊന്ന് പോയി ഒന്ന് നോക്കണം. ഒരു 3 മാസം 6 മാസം അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം അത് തുറന്നിട്ട് നമ്മൾ നോക്കണം. അതിലെന്താണ് ഫംഗസ് ഉണ്ടാകും, ബാക്ടീരിയ ഉണ്ടാകും, പൂപ്പലുണ്ടാകും, പായലുണ്ടാകും, അത് എന്തെങ്കിലുമൊക്കെ ചത്ത് കിടക്കുന്നുണ്ടാകും. അതൊന്ന് പരിശോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അഞ്ചാമത്തേത് ചില ആളുകൾ കുളിച്ചു കഴിഞ്ഞ് ചില തുമ്മൽ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്. അതെന്താണ്? അവർ ഉപയോഗിക്കുന്ന കർച്ചീഫ് മോശമാണ്. നമ്മൾ എല്ലാ വസ്തുവും നമ്മൾ അലക്കാറുണ്ട്. നമ്മുടെ തുകർത്ത് നമ്മൾ എപ്പോഴും അലക്കിയത് അല്ലേ? നമ്മുടെ തുകർത്ത് നോക്കിയാൽ ചിലപ്പോൾ മഞ്ഞച്ച് അല്ലെങ്കിൽ എന്താ മറ്റ് ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാകും ചില തുകർത്തുകൾക്ക്. എന്താ അതിങ്ങനെ ഉപയോഗിച്ച് അത് കഴുകാതെ അതിങ്ങനെ ഉപയോഗിക്കുന്നു, ശരീരം തേക്കുന്നു അല്ലെങ്കിൽ ഉടുത്തു കുളിക്കുന്നു, അത് അപ്പം തന്നെ വിരിച്ചിരുന്നു. അല്ലാതെ അതൊന്ന് സ്പെഷ്യലായി കഴുകാൻ പലർക്കും മടിയാണ്. അതുണ്ടാവാൻ പാടില്ല. ഈ എന്താണ് തുകർത്ത് നമ്മൾ ഉടുത്തു കുളിക്കുന്ന തുകർത്ത് അല്ലെങ്കിൽ ടവല് അത് വൃത്തിയാക്കിയില്ല എങ്കിൽ ചർമ്മരോഗങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വലിയ അസ്വസ്ഥതകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരിക്കലും മുഖത്ത് ഒരിക്കലും മുഖത്ത് കുളിക്കുമ്പോൾ മുഖത്ത് നമ്മൾ ചകിരി ഇട്ട് തേക്കരുത്. അങ്ങനെ ആളുകളുണ്ട്, മുഖം വെളുക്കട്ടെ എന്ന് പറഞ്ഞ് ചകിരി ഇട്ട് തേക്കും. അത് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ കുളിക്കുന്ന സമയത്ത് രാവിലെ എന്നും കുളിക്കാൻ പറ്റിയാൽ അത് നല്ലതാണ്. തീരെ കുളിക്കാതിരിക്കുന്നത് വളരെ ശരീരത്തിന് കേടാണ്. എന്നും കുളിക്കാൻ പറ്റിയാൽ ഹൈർ, അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും കുളിച്ചിരിക്കുക. അപ്പോൾ കുളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു ദുആ പറഞ്ഞു, ആ ദുആ മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിയ്യത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ കുളിക്കുന്ന സമയത്തുള്ള പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ഉപ്പമാർക്ക് ഞാനൊന്ന് പറഞ്ഞിട്ടെ. ഒരു മനുഷ്യൻ അവൻ കുളി കഴിഞ്ഞിട്ട് അവൻ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമുണ്ട്. ആ നാമം ഒരു മനുഷ്യൻ ഉരുവിട്ട് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് അല്ലെ? യാ ഫത്താഹു യാ അല്ലാഹ് അല്ലെ? യാ ഫത്താഹു യാ അല്ലാഹ്. അത് എന്താ? അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ വിജയം തരുന്നവൻ അല്ലെ? എല്ലാ വിജയത്തിന്റെ വാതിലുകളും തുറന്നു തരുന്നവൻ എന്നർത്ഥം വരുന്ന യാ ഫത്താഹു യാ അല്ലാഹ്. ഒരു മനുഷ്യൻ ഈ ഓരോ ഇസ്മുകളും ചില പറയേണ്ട സന്ദർഭങ്ങൾ മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചില ഇസ്മുകൾ പറയേണ്ട ചില സമയങ്ങൾ, ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്, ചില എണ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മനുഷ്യൻ കുളി കഴിഞ്ഞാൽ, കുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അഴുക്കുകൾ പോകുന്ന ഒരു അവസ്ഥയാണ് അല്ലെ? അതുപോലെ നമ്മുടെ മനസ്സിന്റെ അഴുക്കുകൾ പോയി മനസ്സൊന്ന് എല്ലാവിധത്തുള്ള വിജയങ്ങൾക്കും അതുപോലെ എല്ലാവിധത്തുള്ള റാഹത്തുകൾക്കും മനസ്സൊന്ന് തുറന്നു കിട്ടണം. അല്ലാഹു യാ ഫത്താഹു യാ അല്ലാഹ്, വിജയം തരുന്നവനെ, അല്ലാഹുവേ ഞാൻ കുളിച്ച് ശുദ്ധിയായതുപോലെ എൻ്റെ ജീവിതത്തിലും നീ വിജയങ്ങൾ തരണേ, എനിക്ക് നീ ശുദ്ധി തരണേ, എനിക്ക് നീ എല്ലാവിധത്തുള്ള എൻ്റെ സന്തോഷങ്ങളും തരണേ എന്ന് നമുക്ക് പറയാം. യാ ഫത്താഹു യാ അല്ലാഹ് ഒരൊറ്റ വട്ടമെങ്കിലും പറഞ്ഞാൽ മതി. പറയണം യാ ഫത്താഹു യാ അല്ലാഹ് കുളി കഴിഞ്ഞിട്ട്. പിന്നെ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടതുകാലം കൊണ്ട് കയറണേ, ഇറങ്ങുമ്പോൾ വലതുകാലം കൊണ്ട് ഇറങ്ങണേ. ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ, കുളിക്കാൻ കയറുമ്പോൾ, ഒതു എടുക്കുമ്പോൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ചയിലെ പ്രത്യേകമായ സുന്നത്തിൽപ്പെട്ടതാണ് കുളിക്കുക. ആ കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ, മറ്റൊരവസരത്തിൽ പറയാം. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് ഒന്നും മറന്നു പോകേണ്ട. മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുക, സ്വതക്കകൾ പറ്റുന്ന പോലെ കൊടുക്കുക, നമ്മൾ നല്ലതുപോലെ ദുആ രക്കുക.